നീലേശ്വരം നഗരസഭാ ചെയർമാനെ ഒഴിവാക്കി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും പുതുവത്സരാശംസകൾ നേർന്ന് നീലേശ്വരത്ത് VS അനുകൂലികൾ ഫ്ലക്സ് ബോർഡ് ഉയർത്തി. വിഷയം CPM-നകത്ത് ചൂടുപിടിച്ച വിവാദത്തിന് തിരികൊളുത്തിയതോടെ നീലേശ്വരം വീണ്ടും രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. നാടിന്റെ വികസന നായകർ എന്ന വിശേഷണത്തോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശന്റെയും ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയുടെയും ഫോട്ടോകൾ പതിച്ച ഫ്ലക്സ് ബോർഡ് നീലേശ്വരത്തെ VS ഓട്ടോ സ്റ്റാൻഡിൽ സ്ഥാപിച്ചത്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ KP ജയരാജന്റെ പേരും ഫോട്ടോയുമില്ല. വികസനമാണ് നാടിന്റെ ആവശ്യമെന്നും രമേശനും മാധവനും വികസന നായകന്മാരാണെന്നും ഫ്ലക്സ് ബോർഡിൽ വ്യക്തമാക്കുന്നു. ഈ പരാമർശങ്ങൾ നീലേശ്വരം നഗരസഭാ ചെയർമാൻ KP ജയരാജന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. ജയരാജൻ ഒരു വികസനവും നടപ്പാക്കാത്ത ആളാണെന്നും പരോക്ഷമായി ഇതിലൂടെ വ്യക്തമാക്കുന്നു. VS ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിച്ചതെന്ന് വ്യക്തമാണ്. 2000-ൽ VS-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ സംസ്ഥാനത്ത് ആദ്യത്തെ VS അനുകൂല പ്രകടനം നടന്നത് നീലേശ്വരത്താണ്. നീലേശ്വരത്ത് മാത്രമാണ് കേരളത്തിൽ VS-ന്റെ പേരിൽ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. ഈ ഓട്ടോ സ്റ്റാൻഡ് മാറ്റാൻ CPM-ലെ ഔദ്യോഗിക പക്ഷം കിണഞ്ഞു ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയായിരുന്നു. നീലേശ്വരം നഗരസഭാ ചെയർമാനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തുണ്ട്. നീലേശ്വരത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ചെയർമാൻ KP ജയരാജൻ പരാജയമാണെന്നാണ് പാർട്ടിയിലെ ഈ വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. ജയരാജൻ പിണറായി പക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം VS പക്ഷത്തെ അവഗണിക്കുന്നതായും വിമർശനമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.